വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ ഈ അമേരിക്ക വ്യാപാര കരാറിൽ നേരിട്ട് കൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, അത് നേരിട്ട് കൊണ്ടിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം പ്രതിപക്ഷം ഉയർത്തിയത് കൊണ്ടാണ്. അവരുടെ ഒരു വജ്രായുധം എന്ന് പറയുന്നത് തന്നെ ഈ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കുന്നത് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അതവർ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കുന്നത് ഇന്ത്യ കുറയ്ക്കുന്നു, ഇത് അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ന് നിരന്തരം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യ അപ്പൊ തന്നെ പറഞ്ഞു അത്തരത്തിൽ ഉള്ള യാതൊരുവിധ അറിയിപ്പും ന്യൂഡൽഹിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അത് അവർക്ക് പക്ഷേ വിഷയമല്ല, അതായത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് വിഷയമല്ല, അതവർ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്ക് റുബിയോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. വളരെ വലിയൊരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസ്താവനയാണ്, പക്ഷേ അത് ഇവിടത്തെ നമ്മുടെ പ്രതിപക്ഷം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷവും കണ്ടിട്ടില്ല, ഏറെക്കുറെയുള്ള മാധ്യമങ്ങളും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അത് തടയാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. ഇതാണ് കൃത്യമായിട്ടും മാർക്ക് റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരമാണ്. ആ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഇനി നമുക്ക് സാധിക്കില്ല. റഷ്യ ഇനി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എണ്ണ കയറ്റിയേക്കും. ഇന്ത്യ അത് മേടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അത് മേടിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അതേ വേദിയിൽ വെച്ച്, ജർമ്മനിയിൽ വെച്ചാണ്, അതേ വേദിയിൽ വെച്ച് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ അദ്ദേഹവും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്ത്യ പഴയ ഇന്ത്യയല്ല, എവിടെ നിന്നാണ് ഇന്ത്യ എണ്ണ മേടിക്കേണ്ടത് എന്ന് ഇന്ത്യ തീരുമാനിക്കും. അത് ലോക രാജ്യങ്ങൾ, വേറൊരു രാജ്യവും അതിനകത്ത് കൈകടത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ ഒരു പ്രസ്താവനയാണ്. ഇന്ത്യ ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ട്രംപാണോ ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ? എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ പ്രതികരിക്കുന്നില്ല? എന്നാൽ ഫോറിൻ മിനിസ്റ്റർ പ്രതികരിച്ചപ്പോഴോ, അത് പ്രതികരിച്ചത് വിദേശ മണ്ണിൽ വെച്ച് ഈ സ്റ്റേറ്റ് സെക്രട്ടറി ഇരിക്കുന്ന അതേ വേദിയിൽ വെച്ചാണ് പ്രതികരിച്ചത്. എന്നിട്ട് അത് കാണാൻ ഇവിടെ ആളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു ബിച്ചേട്ടാ, ഇപ്പോ ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് തന്നെ ഇന്ത്യ ഈ കൊടുത്ത മറുപടി വളരെ പവർഫുൾ ആണ്, വളരെ എഫക്റ്റീവ്. ഇന്ത്യയിൽ നിന്ന് പറയും പോലെയല്ല. അതായത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പത്രവാർത്ത അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറയുന്നത് പോലെയാണ്, ഇല്ല ഞങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അദ്ദേഹം ഈ S-400 നമുക്ക് തരാനുള്ള പദ്ധതി നമ്മൾ ഒപ്പിട്ടിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾ ഈ വ്യാപാര കരാർ അമേരിക്കയുമായിട്ട് ഒപ്പിട്ട അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞു മിച്ചമുള്ള S-400 കൂടെ ഞാൻ ഉടനെ നിങ്ങൾക്കായിട്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ട് തരികയാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നത് പുടിന്റെ സമ്മാനം എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തിരുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ പുടിനുമായിട്ട് മോദി അകന്നു എന്നാണ്. അത് കഴിഞ്ഞ ശേഷം 10,000 കോടി രൂപയ്ക്ക് ഇന്ത്യയും റഷ്യയും ഒരു ഡിഫൻസ് ഡീൽ ഒപ്പിട്ടു. അതും നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളും കണ്ടിട്ടില്ല, പ്രതിപക്ഷ നേതാവും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇവർ കൊണ്ടുവരുന്ന സകലമാന ആരോപണങ്ങളും ഒരു സൂര്യൻ അസ്തമിച്ച് അടുത്തത് ഉദയം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അതിലും വേഗത്തിൽ പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പൊ എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, 4-5 ദിവസം മുമ്പ് റഷ്യയുടെ എണ്ണ ഇന്ത്യ നിർത്തില്ല എന്ന് ഇതേ ചാനലിൽ ഞാനും ധനുഷും കൂടി ഇരുന്ന് നമ്മൾ ഇതിനെ ചർച്ച നടത്തിയപ്പോൾ അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കിയതാണ്. അതായത് ഒരു രാജ്യവുമായി വ്യാപാര കരാർ വെക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് നിയമമാണ്, ഇന്റർനാഷണൽ. ഞാൻ ധനുഷുമായിട്ട് എഗ്രിമെന്റ് വെക്കുമ്പോൾ ധനുഷ് എന്ത് കഴിക്കണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പകരം ധനുഷും ഞാനിട്ട് വെക്കുന്ന എഗ്രിമെന്റ് നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ എഗ്രിമെന്റാണ് വെക്കുന്നത്. അല്ല ധനുഷ് എങ്ങനെ പോകണം, എങ്ങനെ വരണം എന്നുള്ളതല്ല. അതൊരു ഇന്റർനാഷണൽ ലോയാ. കുറഞ്ഞ പക്ഷം മാധ്യമ പ്രവർത്തനം നടത്തുന്നവരും ഈ മറ്റു ചാനലുകൾ കാണുന്നവരുമൊക്കെ ഇന്റർനാഷണൽ ലോയിൽ എന്താണ്, ഒരു കരാർ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതിൽ നമ്മൾ വ്യക്തമായിട്ടും ഇപ്പൊ പറയുന്നതല്ല, ഞാൻ 4-5 ദിവസം മുമ്പുള്ള വീഡിയോ ഇതേ ചാനലിൽ, ഇതേ പ്ലാറ്റ്ഫോമിൽ, ഇതേ കിടപ്പുണ്ട്, ഇതേ കാര്യം തന്നെ ഞാൻ അന്നും പറഞ്ഞിരുന്നതാണ്. പറ്റില്ല. കാരണം ഒരു രാജ്യത്ത് ഇപ്പൊ ഇന്ത്യയോട് പറയാൻ പറ്റില്ല നാളെ മുതൽ നിങ്ങൾ 10 മണിക്ക് ജോലി ചെയ്ത് തുടങ്ങിയാൽ മതി മോദി ഇനി മുതൽ എന്ന് പറയാൻ പറ്റില്ല. അവൻ വരുന്ന അവന്റെ കച്ചവടത്തിന്റെ കരാർ ഒപ്പിടാനാണ്. അവനും ഒക്കെ ആണെങ്കിലും നമ്മളും ഒക്കെ ആണെങ്കിലും ഒപ്പിട്ടിട്ട് പോകും, അതിനപ്പുറത്തേക്കൊന്നുമില്ല. വീട് പണിയാൻ വരുന്ന നമ്മുടെ വീട്ടുകാരൻ ആ ഒരു എഗ്രിമെന്റല്ലേ വെച്ച് പണിയുന്നത്.
അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കയറി അവൻ ഇടപെട്ടിട്ട് നാളെ മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാറില്ലല്ലോ. അത് ലോക നിയമമാണ്, ഇന്റർനാഷണൽ ലോ ആണ്. ഒരു രാജ്യം, പിന്നെ അമേരിക്ക ഇടപെടാറുണ്ട്. ഈ കാക്കാച്ചി പൂക്കാച്ചിയൊക്കെ ചില രാജ്യങ്ങളുണ്ട്, പാവം പിടിച്ചങ്ങളുണ്ട്, അവര് അമേരിക്കയുടെ ഫണ്ട് കൊണ്ടൊക്കെ മുമ്പോട്ട് വന്ന് അവന്മാർക്ക് ചിലപ്പോൾ ഇടപെടാറുണ്ട്. ഇനി ഇതിനകത്ത് റൂബിയോ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, അതായത് ഇപ്പൊ വാങ്ങുന്ന എണ്ണ തുടരും, കൂടുതൽ വാങ്ങിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒരു ഇളവ് അത് ഇച്ചിരി കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മള് എനിക്ക് തോന്നുന്നു ഡിസംബർ മാസത്തിൽ നമ്മൾ 2 ദശലക്ഷം ബാരലായിരുന്നു പെർ ഡേ നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇപ്പൊ 1.2 ആണ് ഇറക്കുമതി ചെയ്യുന്നത്. 1.2 നമ്മൾ എത്താനുള്ള കാരണം നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് 1.2 എത്തിയത്. അപ്പൊ നമ്മൾ ഇനി ഈ 2 ദശലക്ഷം അതിന് മുകളിലൊക്കെ ഇറക്കില്ല നമ്മൾ വാക്കാൽ ഒരു ഉറപ്പ് കൊടുത്തു. ഞാൻ ഇപ്പൊ ധനുഷിനടുത്ത് പറയാ, ചേട്ടാ അവനുമായിട്ട് അധികം ബന്ധം വെക്കില്ല. അപ്പൊ ഞാൻ പറയും, ഇവിടെ അവനുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, പക്ഷെ ഇനി മുതൽ ഞാൻ അധികം ബന്ധം ഞാൻ വെക്കില്ല. ബന്ധമുണ്ട്, ബന്ധം കളയാനൊന്നും പറ്റത്തൊന്നുമില്ല എനിക്ക്. വൈകുന്നേരത്തൊക്കെ ചായ കൂടി ഞാൻ അല്പം കുറച്ചേക്കാം അവനുമായിട്ട് എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമേ ഉള്ളൂ. ഇത് വാക്കാൽ പറയുന്ന ഒരു കാര്യമാണ് ഈ സാധനം. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് ഇന്ത്യ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, ഇന്ത്യയുടെ ഒരു സ്വതന്ത്ര രാജ്യമാണ്, അതിനൊരു പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതല്ലേ 4 ദിവസം മുമ്പ് നമ്മൾ ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞ കാര്യം. ഇത് തന്നെയാണ് മാർക്ക് റൂബിയോ പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞത് വില വേണ്ട, മാർക്ക് റൂബിയോ പറഞ്ഞതിനെങ്കിലും പ്രതിപക്ഷം വില കൊടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇവിടുത്തെ ട്രംപ് അനുകൂലികൾ വില കൊടുക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഇന്നലെയും ഇന്നും ഇന്ത്യയുടെ നിലപാട് എല്ലാ കാലവും എല്ലാവരും പറയുന്നതാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളുടെ പൗരന്മാർക്ക് ഗുണകരമായ രീതിയിൽ ഉള്ള ഊർജ്ജ ആവശ്യങ്ങൾ ഞങ്ങൾ നിറവേറ്റും. കാരണം ഇന്ത്യ ഈ ക്രൂഡ് ഓയിൽ കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. കാരണം നമുക്കതില്ലാതെ 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമ്മളിവിടെ ക്രൂഡ് ഓയിലൊന്നും കുഴിച്ചെടുക്കുന്നില്ല. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ലാഭത്തിന് കിട്ടുന്ന എവിടെ ആയാലും നമ്മൾ വാങ്ങും. ഇന്നലെ അയാളോട് പറഞ്ഞു, ഇനിയെങ്കിലും ഈ പിന്നെ ട്രംപ് റഷ്യൻ എണ്ണ നിർത്തി എന്നുള്ള വാർത്തകൾ ദയവ് ഇതിനി ആരും നൽകാതിരിക്കും. നാണം ഉണ്ടായി നൽകരുത്. കാരണം എന്താ അറിയാമോ, ഈ അമേരിക്കയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇന്റർനാഷണൽ ലോയും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ മൂടി വെച്ചുകൊണ്ട് വെറുതെ രാഷ്ട്രീയ ഗിമ്മിക്കുകളാണ് നടത്തുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ ഈ റഷ്യയുമായിട്ട് അകന്നു എന്ന് പറഞ്ഞു. ഇനി വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആദ്യത്തെ മറുപടി റഷ്യയുടെ സർജിവിലേക്ക് കൊടുത്തു കഴിഞ്ഞു. അവരുടെ വിദേശകാര്യ മന്ത്രി പറയുന്നത് അറിയാം, ട്രംപിന് മാത്രമേ അറിയുള്ളൂ ഇന്ത്യ എണ്ണ നിർത്തിയ കാര്യം, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, മോദി അറിഞ്ഞിട്ടില്ല, മോദി ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളും അറിഞ്ഞിട്ടില്ല, അവരും അറിഞ്ഞിട്ടില്ല. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, ലോകത്ത് വേറെ ആരും പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം നമ്മളും റഷ്യയായിട്ട് അണിയറയിൽ ഒരുങ്ങുന്നൊരു വമ്പൻ കരാറാണ്. വമ്പൻ കരാറിൽ നമ്മുടെ നിലപാട് സ്ട്രോങ് ആക്കിക്കൊണ്ട് നമുക്ക് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മുമ്പ് നമ്മൾ റഷ്യയുടെ ആയുധം വാങ്ങുകയായിരുന്നു, ഇപ്പോഴങ്ങനെയല്ല. SU-57 S-500 തുടങ്ങിയവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്ന് പുടിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പം വേറെ ആരുമല്ല, അവിടുത്തെ ഭരണാധികാരി എന്ന് പറയാം, അത് അവിടെയാണ് നിർമ്മിക്കുന്നത്. ഇതിനു മുതൽ ഞങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ട് അവർ വാങ്ങിക്കൊണ്ട് പോവുകയല്ല. അതുപോലെ തന്നെ ഒരു വലിയ വാർത്ത, നമ്മൾ മാത്രം അത് എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണെന്നറിയാവോ, കുറച്ചാൾ മുമ്പ് നമ്മൾ എഴുതിയിരുന്നു, ഇനി മുതൽ ഇന്ത്യ റഷ്യയിൽ കപ്പൽ നിർമ്മിക്കുന്നില്ല, റഷ്യയുടെ സാങ്കേതിക വിദ്യയോടെ ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയുടെ പടക്കപ്പലുകൾ നിർമ്മിക്കുന്നത് ഇനി മുതൽ. അവസാനം അവിടുത്തെ കപ്പല് വലിയ കണ്ണീരോടെ വിടവാങ്ങിയതൊക്കെ നമ്മളന്ന് വാർത്ത ചെയ്തിരുന്നു. അവിടുത്തെ ഒരു അവസാനത്തെ കപ്പൽ ഇറങ്ങുന്നതും അവര് ഭയങ്കര വികാരാധീനരാകുന്നതും ഇനി അവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളു. ആ ഒരു ഇതിലേക്ക് വന്നു. ഐസ് ബ്രേക്കർ കൊടുക്കുന്നുണ്ട്, അങ്ങനെ അനവധി കാര്യങ്ങൾ കൊടുക്കുന്നു. ഇപ്പൊ 10,000 കോടി രൂപയുടെ എന്താണെന്നറിയോ, 10,000 കോടി രൂപയുടെ കരാറ് എന്ന് പറഞ്ഞാൽ ഈ കരാർ എന്തിനുള്ള, അതും കൂടെയാണ് രസകരം. ഈ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S-400 ഉപയോഗിക്കുന്ന മിസൈലുണ്ട്. ആ മിസൈലിന് ഷോർട്ട് ഉണ്ട്. ഇപ്പോൾ ഷോർട്ട് കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അതായിരുന്നല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മിസൈലാണ് ഈ 10,000 കോടി രൂപയ്ക്ക് വാങ്ങുന്നത്, അത് ഫില്ല് ചെയ്യാൻ. അതായത് നമ്മളിപ്പോ ഇടയ്ക്ക് ഈ പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അടിച്ചു കളയുന്ന സാധനം ഉണ്ടല്ലോ, അവരുടെ ഡ്രോണുകളൊക്കെ മറ്റൊക്കെ തകർത്ത് ആ സാധനം റീഫില്ല് ചെയ്യുക ചെയ്യുന്നു. അത് റീഫില്ല് ചെയ്ത് ഇതിനെ നമുക്കൊരു വലിയ കരാറെന്ന് പറയാൻ കഴിയില്ല. റീഫില്ല് ചെയ്ത് അടുത്ത സാധനം ഒന്ന് നിറയ്ക്കുക നമ്മളിപ്പോ. അതാണ് നമ്മളിപ്പോ വാങ്ങുന്നത്. അതായത് ഹ്രസ്വദൂരവും ദീർഘദൂരവുമായ മിസൈലുകൾ, S-400 നിറയ്ക്കാനുള്ള മിസൈലുകൾ മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അടുത്ത യൂണിറ്റ് ഉടനെ എത്തുകയാണ്. 2026 അവസാനം എത്തുമെന്ന് പറഞ്ഞ യൂണിറ്റാണ് ഇപ്പൊ വളരെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പൊ റഷ്യയുമായിട്ടും അത്യാവശ്യം നല്ല ബന്ധത്തിലാണ് പോകുന്നത്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അതിൽ ആ കൊടുത്ത ഓൺലൈൻ ഞാനും കണ്ട വാർത്ത, അതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ ലോകത്തിന്റെ പരമാധികാരമുള്ള ശക്തമായ ഒരു രാജ്യമാണെന്ന് ഒടുവിൽ അമേരിക്കയ്ക്കും അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന വരികൾ. ആ ഒരു ഓൺലൈൻ BJP അനുകൂല ഓൺലൈൻ അല്ലത്. ഒരു നാഷണൽ മീഡിയ ആണെങ്കിൽ പോലും BJP അനുകൂല വാർത്തകൾ വരാറില്ലത്. അതിൽ അവർ വ്യക്തമായി പറഞ്ഞ സെന്റൻസ് ഇതാണ്: ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര, അടുത്ത ലൈനാണ് ശ്രദ്ധേയം, ശക്തമായ രാഷ്ട്രീയമാണെന്ന് അമേരിക്കയ്ക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. കാരണം എണ്ണ അവർക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് വാങ്ങും, റഷ്യയുടെ അവർ എണ്ണ നിർത്തില്ല എന്ന് അമേരിക്കക്കാരന്റെ ഭാവണ്ടാ പറയുന്നത്, മാർക്ക് റൂബിയോയെ പറയുന്നത്.
അവർ നിർത്താനൊന്നും നിർത്തത്തൊന്നുമില്ല, അവർക്ക് നിർത്താൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ഇപ്പൊ ട്രംപ് ഇല്ല അതിൽ ഇപ്പൊ ട്രംപ് പുതിയ ഗുണ്ടടിച്ചിറക്കിയിരിക്കുന്ന ഇന്ത്യ സമാധാന ഇതില് അംഗമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അംഗമാകുമെന്ന്. ഇനി മീറ്റിങ്ങിന് ആരെങ്കിലും വിടുമെന്ന് അറിയത്തില്ല. കാരണം ഗസയിൽ ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും സമാധാനവും വരാൻ പോകുന്നില്ല, ഒരു പിണ്ണാക്കും വരാൻ പോകുന്നില്ല. അതിനിടയിൽ നടന്ന മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ ധാക്കയിൽ മോദി പോകുമോ എന്ന് ചോദിച്ചു. മോദി പോകുന്നില്ല. അതിന് ടെക്നിക്കൽ പരമായ ഒരു കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഈ മാക്രോൺ, ഫ്രാൻസിന്റെ ഭരണാധികാരി മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നുണ്ട് 17-ാം തീയതി. അപ്പൊ മറ്റന്നാൾ എത്തുന്നുണ്ട്. അപ്പൊ മറ്റന്നാൾ എത്തുന്നത് പ്രമാണിച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാക്കയിലേക്ക് പോകാത്തതെന്നാണ് ഒഫീഷ്യലായിട്ട് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. കാരണം അവിടെ ചൈനയും പാകിസ്ഥാനും ഇതൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി മ്യൂണിക്കിൽ നടന്ന, ഇപ്പൊ ധൻഷിത്രം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മ്യൂണിക്കില് കഴിഞ്ഞ ദിവസം അവിടെ വെച്ചിട്ടാണല്ലോ മാർക്ക് റൂബിയോ ഇത് പറയുന്നത്, ഏതാ ഇന്ത്യ തടയാൻ കഴിയില്ലെന്നും എസ് ജയശങ്കറും. അവിടെ നമ്മുടെ മുനീർ ചെന്നിരുന്നു. മുനീറിന് ഒരു പണി കിട്ടി അവിടെ. അതൊരു രസകരമായ ഒരു കാര്യമാണ് സാധനം. മുനീർ അവിടെ ചെന്നു. മുനീർ ചെന്നപ്പോ ഈ മുനീറിന്റെ കഴുത്ത ഒരു ടാഗ് ഉണ്ടായിരുന്നു. ഈ ടാഗ് മറിച്ചിട്ടിട്ടാ ചെന്ന്. ഈ ടാഗിൽ ഒരു പേരും ഇതൊക്കെ എഴുതുമല്ലോ, ഡെസിഗ്നേഷനൊക്കെ. അപ്പം അവിടെ നിന്ന് സെക്യൂരിറ്റി തടഞ്ഞു മുനീറിനെ തടഞ്ഞിട്ട് മുനീറിനെ ഒന്നെങ്കിൽ ടാഗ് നേരെ ഇട്ടിട്ട് അകത്ത് കയറി, ഇല്ലെങ്കിൽ ഇതില്ല നടക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം മുനീർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ വെപ്രാളത്തിന് പോയപ്പോ ടാഗ് മറിഞ്ഞു പോയതാകാം. ഈ ടാഗ് അങ്ങനെ ടാഗ് നമ്മൾ ഇടുന്നത് തന്നെ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഐഡന്റി കാർഡ് മറിച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത്? തടഞ്ഞു നിർത്തി. വൈറലായി ആ വീഡിയോ, അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ. അത് വൈറലായി. മുനീറിനെ തടഞ്ഞു. മുനീർ ഇപ്പൊ പോകുന്നിടത്തെല്ലാം പണി കിട്ടുക ചെയ്യുന്നത്. ഈ അടുത്ത് മറ്റേ ഇവിടെ പോയിരുന്നു, ഈ ഗസ സമാധാനത്തിന്റെ സമ്മേളനത്തിൽ ഇവരെല്ലാം അവിടെ പോയിരുന്നല്ലോ. മുനീറിന് അവിടെ വേണ്ട പരിഗണന കിട്ടിയില്ല. അങ്ങനെയൊക്കെ കുറെ വിഷയമുണ്ട്. ഇപ്പൊ മുനീർ രണ്ടാമത്തേതാണ് ഈ മ്യൂണിക്കിൽ പോയിട്ട് ടാഗ് സെക്യൂരിറ്റിക്കാരൻ പറയുന്നത്, അതാണ് വീഡിയോ. സെക്യൂരിറ്റിക്കാരൻ പറയുന്നത് നേരെ ഇട്ടിട്ട് കയറിയാൽ മതി, ഇല്ലെങ്കിൽ അവിടെ നിന്നോളാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം കൂടെ മ്യൂണിക്കിൽ അങ്ങനെ കുറെ അധികം 20 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയാണ്. ഇന്ത്യയിൽ ഒരു വലിയ ഉച്ചകോടി നടക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഒരു വരി പറയേണ്ടി വരും. AI-യുടെ ഒരു ആഗോള ഹബ്ബായി ഇന്ത്യ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ AI-യുടെ ഒരു ഇന്റർനാഷണൽ സമ്മേളനം തന്നെ, അനവധി മന്ത്രിമാർ വരുന്നുണ്ട്. അത് ദില്ലിയിൽ ഇപ്പൊ ഒരു നല്ല ഹോട്ടലിൽ ഒരു റൂമിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയാം ധനുഷ? ഒരു ദിവസം 33 ലക്ഷം രൂപ. 33 ലക്ഷം രൂപ ഒരു ദിവസം ഒരു റൂമിന്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ആ വാർത്ത എടുത്തിരുന്നു. മനോരമയിലാണ് ഞാൻ ആ വാർത്ത. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ അല്ല 5 സ്റ്റാർ തന്നെ റൂമില്ല. റൂമിന്റെ അവൈലബിലിറ്റി, കാരണം AI-യുടെ ഒരു ഇന്റർനാഷണൽ സമ്മേളനം നടക്കുന്നുണ്ട്. ഇതിൽ വരുന്നൊന്നും ആപ്പുകളല്ല. ഈ ലോകത്തെ തന്നെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള വലിയ ഗ്രൂപ്പുകളാണ് ഈ AI-യുടെ ഒരു വലിയ ആൾക്കാര്. അതായത് 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സുകൾ, കമ്പനിയുടെ ഓണർമാര്, ഒപ്പം തന്നെ മന്ത്രിമാര്, അങ്ങനെ വലിയൊരു ഇത് വരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ മലയാള മനോരമയുടെ ചാനലിലാണ് അത് കണ്ടത്. അപ്പൊ ഇത്രയും രൂപയായിട്ടുണ്ട് ഹോട്ടൽ. കാരണം ഇല്ല, മീൻസ് ആളുകൾ അത്രത്തോളം വരിക. ലോകത്തിന്റെ മുഴുവൻ ഈ IT ഹെഡുകളുണ്ടല്ലോ, IT ഹെഡുകൾ, AI കമ്പനികളൊക്കെ, എല്ലാ AI-യുടെ കമ്പനിയുടെ ഹെഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ശതകോടീശ്വരന്മാരോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ കോടീശ്വരന്മാരോ ഒക്കെ ആയിരിക്കും. അപ്പം അവർക്ക് 10 പൈസ ഉണ്ടാക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥ. കാരണം റൂം അത്ര അവൈലബിൾ അല്ല. കാരണം ഇവരൊക്കെ താമസിക്കുന്ന ഒരു നിലവാരം താമസിക്കത്തുമില്ലല്ലോ. അപ്പൊ ഒരു വലിയ ചിലപ്പോ ഒരു 5 ക്ലാസ് പ്ലസ് ഉള്ളതിനായിരിക്കും അവര്, 5 സ്റ്റാർ പ്ലസ് ഉള്ളതിലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അവര് താമസിക്കുന്നത്. അപ്പൊ അതിന്റെ പെർ ഡേ റേറ്റ് ആണ് റൂം ഇപ്പോഴത്തെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് മുഴുവൻ പോയിരിക്കുക റൂം. പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ വലിയ വലിയ ഹെഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് 1-2 റൂം അല്ല എടുക്കുന്നത്, അവരൊരു ഫ്ലോറാണ് എടുക്കുന്നത്. കാരണം അവരുടെ സെക്യൂരിറ്റി പ്രോബ്ലംസ്, ഇല്ലെങ്കിൽ അവരുടെ ഇത് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. മുമ്പ് ഇത് പുട്ടിനോ ഇല്ലെങ്കിൽ വലിയ വലിയ നേതാക്കൾ വരുമ്പോഴായിരുന്നു ഒരു ഫ്ലോർ ഇല്ലെങ്കിൽ ഒരു ഹോട്ടൽ കംപ്ലീറ്റ് റെന്റ് എടുക്കുന്നത്. ഇപ്പൊ താജ് ഒക്കെ അങ്ങനെ എടുത്തിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പുട്ടിനും മറ്റുമൊക്കെ താമസിക്കാൻ വരും. അതുപോലായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അത്യാവശ്യം കൈ പൈസ ഉള്ളവൻ പോകുമ്പോൾ അവന്റെ ഒരു അലങ്കാരത്തിന്റെ ഭാഗമാണ് ആ ഫ്ലോറിലുള്ള കുറെ ആ ഒരു ഫ്ലോർ മുഴുവൻ എടുക്കുക എന്നുള്ളത്. ജാടയുടെ ഭാഗം, ജാടയല്ല, ഇതൊക്കെ വലിയ ശതകോടീശ്വരന്മാരാണ്. കാരണം അവർ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി റൂം എടുക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ചാർജ് ആയിട്ട് അവർക്ക് തോന്നുന്നില്ലായിരിക്കാം. അപ്പൊ അങ്ങനെ എടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ. ഇതാണ് റേറ്റ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ AI-യുടെ ഒരു വലിയ സമ്മേളനമാണ് ഇന്ത്യ നടക്കുന്നത്. ഒപ്പം തന്നെ ബ്രിക്സിന്റെ ഒരു സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ. കേരളത്തിലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വർഷം തന്നെ ബ്രിക്സിന്റെ ഒരു സമ്മേളനം നടക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് നമ്മളൊരു സമ്മേളനം നടന്നിരുന്നു, കുമരകത്ത്. അപ്പൊ ഇത്തവണയും അത് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് കുമരകം ഇത്തവണ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ്. ഇതെല്ലാം കൂടെ നമ്മൾ ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ.